ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇങ്ങോട്ടാണ് പോണേ. നമ്മളിന്ന് സെർച്ച് ചെയ്ത് ആനിവേഴ്സറിയിലെ ഗിഫ്റ്റ് അടുത്ത ഗിഫ്റ്റ് നമ്മൾ സർപ്രൈസ് ആയിട്ട് വരും. വെഡ്ഡിങ് കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടോ. നിക്കാഹ് ആനിവേഴ്സറിയാണ്. 1 വർഷം കഴിഞ്ഞാൽ അവൻ വരുമെന്ന് പറഞ്ഞത്. പക്ഷെ അവന് ലീവ് കിട്ടാത്തതുകൊണ്ട് തന്നെ അവന് വരാൻ പറ്റിയില്ല. അപ്പോൾ അവൻ്റെ അഭാവത്തിന് നമ്മൾ എന്തായാലും ഒന്നും കുറക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനും ശരിയും കൂടി അടിപൊളി സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഉമ്മ ഫുഡൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവളുടെ വീടിൻ്റെ അടുത്താണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമുള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് നേരം നമുക്ക് അവിടെയൊക്കെ ഒന്ന് കറങ്ങി മക്കൾക്ക് കളിക്കുകയും ചെയ്യാം. പാർക്കുണ്ടല്ലോ. പിന്നെ ഡാമൊക്കെ കയറി വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാട്ടോ. ഈ കൂട്ടത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് മിലുമോളാണ് കേട്ടോ. കാരണം പാർക്കുണ്ടല്ലോ കളിക്കാൻ. കുട്ടികൾ അങ്ങനെയാണല്ലോ, എപ്പോഴും പാർക്കിലേക്ക് പോരുകയാണെങ്കിൽ അത്രയും അവർക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഡാമിലൊക്കെ കയറിയിട്ട് പോന്നു. ഡാമിൽ കയറാൻ 150 സ്റ്റെപ്പാണ് കേട്ടോ. പി അത് കണ്ട് അന്ന് വിട്ട് നിൽക്കുകയാണ്. 150 സ്റ്റെപ്പൊക്കെ നമ്മൾ കയറോ തട്ടിയെന്നും പറഞ്ഞിട്ട് ഓള് സംസാരം. എന്തായാലും നമുക്ക് കയറാമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് പോയി. പിന്നെ ഉപ്പയാണെങ്കിൽ ഒരൊറ്റ കയറ്റത്തിന് ഇപ്പം മുകളിലെത്തിയിട്ടോ. ഞങ്ങളങ്ങനെ മെല്ലെ മെല്ലെ കയറി അങ്ങനെ മുകളിലെത്തിയപ്പോഴത്തേന് സമയമെടുത്തു. എന്തായാലും അവിടെ നിന്ന് നല്ല ആ വ്യൂ ഉണ്ടല്ലോ, ആ ഒരു തണുത്ത കാറ്റ്, അത് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഈ ചൂട് കാലത്ത് നല്ലൊരു സുഖം തന്നെ കേട്ടോ. ആ ഒരു ഏരിയയിൽ നമുക്ക് പോയി നിൽക്കാം. നമ്മൾ അടുത്തൊക്കെ വീടാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തൊക്കെ അവിടെ പോയി നിൽക്കായിരുന്നു. പക്ഷേ നമ്മൾ ദൂരമാകുമ്പോൾ നമുക്കത് കഴിയില്ലല്ലോ. നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ അവിടെ. ആ 4 മണിക്ക് ശേഷം നല്ലൊരു തണുത്ത കാറ്റൊക്കെ വീശി ഇങ്ങനെ നമ്മൾ ഡാമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവിടുത്തെ വെള്ളത്തിൽ നിന്ന് വരുന്നതായിട്ടുണ്ടായിരിക്കും. നല്ലൊരു സുഖമുള്ളൊരു ഏരിയയാണ്. അങ്ങനെ കുറച്ച് നേരങ്ങൾ അവിടെ കാറ്റൊക്കെ കൊണ്ട് നിന്നിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.